അപ്പോൾ ഞാനിന്ന് പുട്ടിൻ്റെ പാത്രം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള എളുപ്പത്തിലുള്ള ഒരു കാര്യം ആയിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ പൊടി എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വെള്ളമൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പുട്ട് കുഴയ്ക്കുന്ന ആ ഒരു രീതിയൊക്കെ. നമ്മൾ കുഴച്ചതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ ഒരു ഉരുളയാക്കിയിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതാ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടഞ്ഞു പോകണം. അപ്പോൾ ഈ ഒരു പരുവമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പുട്ടിൻ്റെ ഒരു പരുവം എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് കുഴച്ച് പുട്ടിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വെക്കുന്നത് ഇതേപോലെ, നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടാണ് വീട്ടിലുള്ളതെങ്കിൽ ഇഡ്ഡലി തട്ട് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഇപ്പം ഇങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്യില്ലേ, ഇങ്ങനെ ഒരു തട്ട് നമ്മൾ ഇതിനോട്ട് വെക്കുക. അതിനുശേഷം ഇപ്പം നമുക്ക് ഈ ഒരു തട്ടൊന്നും ഇല്ല നിങ്ങളുടെ അടുത്തോ ഈ ഒരു പാത്രം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. വായവട്ടമുള്ള, ഇത്രയും വായവട്ടമുള്ളതല്ല, ചെറിയൊരു വായവട്ടമുള്ള ഒരു പാത്രത്തിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു വലിയൊരു തുണി വെച്ചാൽ മതി കേട്ടോ. ഒരു തുണി വെച്ചിട്ട് ചെറുതായൊന്ന് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ആ തുണിയിൽ നമുക്ക് ഇതിന് പകരം ഈ ഒരു പാത്രം ഇല്ലെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കിതിൽ ഹോൾസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് താഴെ പോകുന്നൊന്നും പേടിക്കാനില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ നിറയെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹോൾസിലൂടെ താഴെ പോവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. ഇപ്പം ഞാൻ തേങ്ങ സത്യം പറഞ്ഞാൽ ഞാൻ ചിരവിയതല്ല കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് തേങ്ങ എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള പഴയ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് എടുത്തതാണ്. ഇപ്പോൾ എങ്ങനെ ഞാൻ ചിരവി വെച്ചതൊന്നുമല്ല. അതിനുശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ചെറിയൊരു ഇതിലല്ല, നല്ല ഒരു നമുക്ക് എന്തോരം വേണം, ഒരു 2-3 പേർക്കൊക്കെ എന്തോരം വേണം അതിനിങ്ങനെ ഒരു ട്രിപ്പ് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒറ്റ ഒരു ഇതിൽ തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം, അല്ല ലാസ്റ്റാണ് വേണ്ടതെങ്കിൽ അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഈ മുകളിൽ നിങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് മസാല മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അതേപോലെ തന്നെ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് വെജിൻ്റെ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അത് മുകളിലിട്ട് കൊടുക്കാം. എഗ് റോസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും. അതൊക്കെ നമ്മുടെ ഐഡിയാസിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലൊരു 2-3 പേർക്ക് ഉള്ളത് എന്തായാലും അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആവിയേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഷേപ്പ് വേണം, അതായത് പുട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ ഉണ്ടെങ്കിലേ കഴിക്കൂ എന്നുള്ള ആൾക്കാരുണ്ടായിരിക്കില്ലേ ചിലവർ. അപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്ക് വേണ്ട ഒരു ഐഡിയ കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കപ്പാണ്, ഒരു ഗ്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കട്ടോറിയോ ഗ്ലാസ്സോ വലിയ ഗ്ലാസ്സോ ഏതാണോ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ ആ ഒരു പാത്രം എടുക്കുക. അതിനുശേഷം ഇത് ചൂടോടുകൂടി തന്നെ ഇതെടുക്കുക, ഇതിനകത്തോട്ടാക്കിയതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നും നമ്മൾ ഇട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നിറയ്ക്കാം കേട്ടോ. ഇപ്പം അതാ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 2 തട്ട് തട്ടി കൊടുക്കുക കേട്ടോ. 2 സൈഡും ചൂടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തട്ടിയാൽ മതി കേട്ടോ. ഇപ്പം അതാ അതിനുശേഷം നമ്മൾ പതുക്കെ ഈ ഗ്ലാസ് അങ്ങ് എടുക്കുക. ഗ്ലാസ്സോ എന്താണോ മഗ്ഗോ എന്താണ് നിങ്ങൾ എടുത്തതെങ്കിൽ ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് എല്ലാ പുട്ടും നമുക്കിങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ അവിടെ ഒരെണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ ഷേപ്പിൽ വേണമെങ്കിലും, നമുക്ക് വലിയ കുറ്റിപ്പുട്ട് വേണമെങ്കിലും ചെറുത് വേണമെങ്കിലും, അപ്പോൾ ചെറിയ ഗ്ലാസ് വലിയ ഗ്ലാസ് അത്രയൊക്കെ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കോളൂ, നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.